David Goggins. Once you change one thing, your mindset, you can attack everything. പലരും ഇദ്ദേഹത്തെ അവിടെ ഇവിടെയും വെച്ച് കണ്ടിട്ടുണ്ടാകും. ബട്ട് ശരിക്കും ഇദ്ദേഹം ആരാണ്, ഇവിടെ നിന്നെന്ന് പലർക്കും അറിയില്ല. 1975 ന്യൂയോർക്കിലെ ബഫലോ എന്ന ഗ്രാമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജനനം. അപ്പം ചെറുപ്പകാലത്തിൽ തന്നെ അച്ഛൻ്റെ പലതരത്തിലുള്ള ചൂഷണത്തിന് ഇദ്ദേഹം വിധേയനായി. അടി, തൊയ്, പലതരത്തിലുള്ള മാസീവായിട്ടുള്ള ട്രോമയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സ്കൂളിൽ പോകുമ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ നിന്ന് റേസിസം, പലതരത്തിലുള്ള ഇമോഷണൽ ഡിസബിലിറ്റീസ് ഇദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. 20 വയസ്സായപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് വന്നിരുന്നത് 136 കിലോയാണ്. അതുവരെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ഈ കൂർണ സ്പ്രേ ചെയ്യില്ല, അദ്ദേഹത്തിൻ്റെ ജോലി. പിന്നെയാണ് അദ്ദേഹം US നേവിയിലേക്കുള്ള ഡോക്യുമെൻ്ററി കാണുമെങ്കിൽ അദ്ദേഹത്തിൽ ജോയിൻ ചെയ്യാൻ മൈൻഡ് സെറ്റാക്കുകയും ചെയ്തത്. അദ്ദേഹം പോയി ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് അദ്ദേഹം 45 കിലോ അദ്ദേഹം വെയിറ്റ് കുറച്ചു. US നേവിയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആണ് ഹെൽ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെൽ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിൽ 4 മണിക്കൂർ മാത്രം ഉറക്കം, ഫ്രീസിങ് വാട്ടറിൽ ട്രെയിനിങ്, മണ്ണിനടിയിൽ പൂന്തി കിടക്കുക, ബോട്ട് ക്യാരി ചെയ്യുക. ഒരു മനുഷ്യൻ്റെ ബോഡിൻ്റെ ഏറ്റവും പീക്ക് എത്തിക്കുന്ന ഒരു ടൈപ്പ് ട്രെയിനിങ് ആണ് ഈ ഹെൽ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അദ്ദേഹം 3 വട്ടം അദ്ദേഹം പാസ്സായിട്ടുണ്ട്. അദ്ദേഹം ഇറാഖിൽ, അഫ്ഗാനിസ്ഥാനിലൊക്കെ US നേവിക്ക് വേണ്ടി അദ്ദേഹം ഈ ജസ്റ്റ് ഡു ഹിസ് വർക്ക്. പിന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേൾഡിലേക്കുള്ള മാസീവ് എൻട്രി. ഇത്രയും അനുഭവിച്ച് വന്ന ഒരു വ്യക്തി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനാണ് ലോകത്തിൽ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പുള്ളപ്പ് അടിച്ച റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, 4030. പിന്നെ അദ്ദേഹത്തിൻ്റെ റേസിൻ്റെ ഓർമ്മ വന്നിട്ട് ബാഡ് വാട്ടർ, ഡെത്ത് വാലിയിലെ, കാലിഫോർണിയയിലെ ഡെത്ത് വാലി എന്ന ബാഡ് വാട്ടർ റേസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏരിയത്തെ ടെമ്പറേച്ചർ. അപ്പം ഷൂ പോലും കരിഞ്ഞു പോകും റോഡിലൂടെ ഓടിക്കഴിഞ്ഞാൽ. അക്കോലത്തിലെ ടെമ്പറേച്ചറാണ് അടുത്ത് വരുന്നത്. 216 കിലോമീറ്റർ ഓടണം. പലരും വന്നിരുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. ടെൻറ്റ്, ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വന്നിരുന്നത് എങ്ങനെയാണ്, ഒരു കുപ്പി വെള്ളം, ഒരു ബാഗും ഇയാളും മാത്രം. എന്നിട്ട് ആ റേസിൽ അദ്ദേഹം 5th, 2008 നടന്ന അദ്ദേഹം 3rd. സോ ഹി കീപ് പുഷിങ്. സോ നൗ ഹി ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഓൺ എർത്ത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ അത് നിങ്ങളെ ഫ്യൂച്ചറിലായിട്ട് നിങ്ങളെ ഷെയ്പ്പ് ചെയ്യണം, അങ്ങനെ കരുതിയാൽ മതി. സോ കീപ്പ് ഇൻ മൈൻഡ്.